അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആന്റെ 18-ാമത്തെ അധ്യായമായ സൂറത്ത് അൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 50-ാമത്തെ ആയത്താണ്, വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം ഇത് തുടർന്ന് കേൾക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറയുകയും അതിന് ഇബ്ലീസ് വിസമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് പറഞ്ഞു കൊണ്ടുവന്നത്. വൈദ ഖുൽനാലിൽ മലായികത്തി, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഇസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണം, ലി ആദം, ആദമിന്, ഫസജദൂ, അപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, കാന മിനൽ ജിന്നി, അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു, ഫഫസഖ അൻ അംരി റബ്ബിഹി, ഫഫസഖ, അവൻ ധിക്കരിച്ചു, അപ്പോൾ അത് പറഞ്ഞപ്പോൾ, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, ഫഫസഖ, ഫസഖ, അവൻ ധിക്കരിച്ചു, അൻ അംരി, കൽപ്പനയെ, റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ കൽപ്പനയെ. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മയാക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു, അവിടെ മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്ലീസ് എന്ന ശൈത്വാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇബ്ലീസ്, ശൈത്താന്മാരുടെ നേതാവ് അല്ലെങ്കിൽ ആദ്യ സൃഷ്ടി, ആ ഇബ്ലീസ് അവിടെ ഉണ്ടാവുകയും ആ ഇബ്ലീസിനോടുകൂടിയാണ് ഇസ്ജുദൂ എന്ന പ്രയോഗം അള്ളാഹു കൽപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്, ഇബ്ലീസ് അതിന് വിസമ്മതിച്ച സന്ദർഭത്തിൽ തന്നെ അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അത് വേറെ തന്നെ ഒരു സൃഷ്ടിയാണ് എന്ന് വരുത്തി തീർക്കാനാണ്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനാണ് കാന മിനൽ ജിന്നി, അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് പറയാൻ കാരണം. അതല്ലെങ്കിൽ അവൻ മലക്കായിരിക്കും എന്നാണ് സാധാരണ തോന്നുക. മലക്കിൽപ്പെട്ട ഒരു വർഗമാണ്, അല്ലെങ്കിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇബ്ലീസ് ഒഴികെ എന്ന് പറയാൻ കാരണം എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അവിടെ കാന മിനൽ ജിന്നി, ജിന്നുവർഗത്തിൽപ്പെട്ട ആളായിരുന്നു ഇബ്ലീസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. അങ്ങനെ അവൻ അവന്റെ രക്ഷിതാവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധാരാളം വചനങ്ങളിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൂറത്ത് ത്വാഹയിലെ 20-ാമത്തെ അധ്യായത്തിൽ 116 മുതൽ 123 വരെയും 7-ാമത്തെ അധ്യായത്തിലെ 11 മുതൽ 28 വരെയുള്ള വചനങ്ങളിലും, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ താഴോട്ട്, അഥവാ ഈ സൃഷ്ടിപ്പ് വരെ, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സംസാരം മുതൽ 30-ാമത്തെ വചനം മുതൽ കാണാൻ കഴിയും. അഥവാ 2-ാമത്തെ അധ്യായത്തിലെ 30 മുതലുള്ള വചനങ്ങളിൽ. അപ്പൊ ഇതൊക്കെ വളരെ വിശദമായിട്ട് അള്ളാഹു അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിശാചി എന്ന ഒരു വർഗമില്ല എന്നോ, ഇബ്ലീസ് എന്ന, അതല്ലെങ്കിൽ ശൈത്താന്മാരില്ല, അതെല്ലാം മനുഷ്യർ തന്നെയാണ്. മിനൽ ജിന്നത്തി വന്നാസ് എന്നവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനുഷ്യരിലെ ഒരു വിഭാഗമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്.
അപ്പൊ അതൊക്കെ നമ്മൾ വിശദീകരിച്ചു പോയതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു എന്താണോ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അത് അതേപോലെ വിശ്വസിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതേ ഇബ്ലീസ് തന്നെ, ഇതേ പിശാച് തന്നെ നിങ്ങളെ വഴി തെറ്റിക്കും, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നും അള്ളാഹു നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിശാചിന് എന്തിനാണ് ഇത്തരം സ്വാതന്ത്ര്യം കൊടുത്തത്? അതുകൊണ്ടല്ലേ ഇത്തരം അപകടങ്ങൾ വരുന്നത്, നമ്മെ പിഴപ്പിക്കാൻ കാരണമാകുന്നത് എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നാം. അതും നമ്മൾ അതിൽ വിശദീകരിച്ചതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്, അള്ളാഹുവിൻ്റെ പരിശോധനകളാണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കും, എങ്ങനെ നമ്മൾ ഇതിനെയെല്ലാം നേരിടും എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന്, നമ്മൾ കാണാത്ത സൃഷ്ടികളായി, നമ്മൾക്ക് സയന്റിഫിക്കായി ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ചെറിയൊരു സൂചന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈറസുകളാകുന്ന, നമ്മെ കൊല്ലാൻ പോലും ഒരു ചെറിയ വൈറസിന് വളരെ, നമ്മൾ പറഞ്ഞു COVID-19 എന്ന ആ ഒരു വൈറസ് മനുഷ്യനെ 70 ലക്ഷത്തോളം, ഇനി ഔദ്യോഗികമല്ലാത്ത കണക്ക് പറഞ്ഞാൽ ഏകദേശം 1 കോടിയോളം ആളുകളെ കൊന്ന ഈ ഒരു വൈറസ്, ഈ ലോകത്ത് മുഴുവൻ കൊന്ന ആളുകളെ ആ മുഴുവൻ വൈറസ് എടുത്ത് നമ്മുടെ കൈകളിൽ ഒരു കയ്യിലെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാനുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിസ്സാരമായ ഒരു സൃഷ്ടിയെ കൊണ്ടാണ് മനുഷ്യൻ മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്ര ചെറിയ സൃഷ്ടികളുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് ശാസ്ത്രീയപരമായി സയന്റിഫിക്കായി നമുക്കതിനെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറച്ചു വെച്ചതാണ്. അതിൻ്റെതായ ലോജിക്കുകൾ ഉണ്ടാകും. കാരണം നമ്മൾ പറഞ്ഞു, പലതും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ ഇടവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ല, മുന്നോട്ട് നടക്കാൻ കഴിയുകയില്ല. ഈ വൈറസുകളെയും പൊടിപടലങ്ങളെയും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളെയും മുഴുവനും ഈ കാണുന്ന, നമ്മുടെ മുന്നിൽ കാണുന്ന മുഴുവനും സാധനങ്ങളും നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുകയില്ല. ഈ ലോകത്ത് ജീവിതം ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടാവ് എന്നുള്ള നിലയിൽ, ഖാലിഖ് എന്നുള്ള നിലയിൽ അള്ളാഹുവിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്, അങ്ങനെ കഴിയുകയുള്ളൂ. നമുക്ക് പലതും പറയാം, നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ ആക്കി കൂടായിരുന്നോ, ഇങ്ങനെയാക്കി കൂടായിരുന്നോ, പിശാചിന് ഇബ്ലീസിന് എന്തിനാ ഇത്ര സ്വാധീനം കൊടുത്തത്, മനുഷ്യനെ പിഴപ്പിക്കാൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അള്ളാഹുവിന് അതിൻ്റെതായ ലോജിക്കുകളുണ്ട്, യുക്തിയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ ഹക്കീം എന്ന് പറയുന്ന, യുക്തിമാനാണ്, ഹക്കീമാണ് അള്ളാഹു എന്ന് പറയാൻ കാരണം. കാരണം അതിൻ്റെതായ യുക്തി ഉണ്ട്. ഈ പരിശോധനക്കും ഈ പരീക്ഷണങ്ങൾക്കും വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം നിശ്ചയിച്ചത്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ഒരു സാധനം നമുക്ക് സയന്റിഫിക്കായി തെളിയിക്കാം, എന്നാൽ സയന്റിഫിക്കായി തെളിയിക്കാൻ പറ്റാത്തത് ഉണ്ടാവുകയില്ലേ? അതിലേക്ക് കൂടി നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പല ഉദാഹരണങ്ങളും പറഞ്ഞതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ആദ്യം ഒരു സൃഷ്ടി, അതായത് ഒരു കാര്യത്തെ, ഒരു ചെറിയ ഒരു സാധനത്തെ അതിന്റെ 10 മടങ്ങാക്കി, 100 മടങ്ങാക്കി, 1,00,000 മടങ്ങാക്കി, ഇനി ലക്ഷക്കണക്കിന് മടങ്ങാക്കി ഒക്കെ കാണാൻ പറ്റുന്ന സൗകര്യപ്രദമായ അത്തരത്തിലുള്ള സാധനങ്ങൾ, ഡിവൈസുകൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴാണ് ഇതെല്ലാം കണ്ടെത്താൻ കഴിയുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതല്ല, നമ്മൾ കണ്ടുപിടിച്ച ഡിവൈസുകൾക്ക് പരിധിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ആകാശത്തിലേക്ക് പല ഗോളങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ ആ ഒരു ടെലസ്കോപ്പ് എന്നുള്ളത് എത്രമാത്രം ദൂരത്തേക്ക് കാണുന്നതായിരുന്നു. അത് വളരെ കുറഞ്ഞ അകലത്തേക്ക് മാത്രം കാണുന്നതായിരുന്നു. ആ അകലത്തിൽ കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഗോളങ്ങളുണ്ട്, ഇന്ന നക്ഷത്രങ്ങളുണ്ട്, ഇങ്ങനെ ഗാലക്സികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അന്ന് അത് കണ്ടുപിടിച്ച ആളുകൾ അതിനപ്പുറത്തേക്ക് ഇല്ല എന്നാണോ തീരുമാനിച്ചത്? അതല്ല, നമ്മുടെ ഡിവൈസുകൾക്ക് പരിധിയുണ്ട്. ഇനി ഇതിനേക്കാൾ
പരിധിയുള്ള ഡിവൈസുകൾ, ടെലസ്കോപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ദൂരമുള്ളത് കാണാൻ കഴിയും എന്നാണോ അവർ വിശ്വസിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരു ടോർച്ച് അടിക്കുന്നു, ഒരു വെളിച്ചം, ഒരു ടോർച്ച് അടിക്കുമ്പോൾ അത് നിശ്ചിതമായ ദൂരത്തിലേക്ക് എത്തുന്നു. ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് കാണുന്ന ഒരു ടോർച്ച്. ഈ ടോർച്ച് നമ്മൾ അടിച്ചാൽ 2 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു മരത്തെ അല്ലെങ്കിൽ ഒരു സാധനത്തെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ആ 2 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള സാധനം കാണുകയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ല, ഈ ടോർച്ചിന് ഇത്ര മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, ഇതിന്റെ ലിമിറ്റ് അതാണ്, ഇതിന്റെ പരിധി അതാണ് എന്ന് വിശ്വസിക്കലാണോ ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത്? അതിനപ്പുറത്തേക്കുള്ള ടോർച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ഉള്ള ഒരു ടോർച്ചാണ് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. നാളെ 4 കിലോമീറ്റർ ആക്കി കഴിഞ്ഞാൽ, 5 കിലോമീറ്റർ ആക്കി കഴിഞ്ഞാൽ, 10 കിലോമീറ്റർ ആക്കി കഴിഞ്ഞാൽ ആ 10 കിലോമീറ്റർ അകലത്തുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിന് വലിയ തല വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത സാധനങ്ങൾ ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതല്ല, നമുക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിശാചിനെയും ശൈത്താനെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അതാണ്. കാരണം നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗവും നരകവും അള്ളാഹുവും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും അതാണ്. അത് ശാസ്ത്രീയപരമായി തെളിയിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള പരിധിക്ക് അപ്പുറത്താണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ കോഴിക്കോട് നിൽക്കുന്ന ഒരാൾക്ക് കണ്ണൂരിലേക്ക് അടിക്കുന്ന ഒരു ടോർച്ച്, ആ ടോർച്ച് ഒരാൾ കണ്ണൂരിലേക്ക് അടിച്ചു, അതല്ലെങ്കിൽ ഒരു ടെലസ്കോപ്പിലൂടെ കണ്ണൂര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂര് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു കണ്ണൂരുണ്ട്, കണ്ണൂരേ ഉള്ളൂ, കാസർഗോഡ് ഇല്ല എന്നാണോ വിശ്വസിക്കേണ്ടത്? അതല്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ടെലസ്കോപ്പ് കണ്ണൂര് മാത്രമേ കാണുന്നുള്ളൂ. ഇനി കാസർഗോഡേക്ക് കാണുന്ന തരത്തിൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചാൽ അവിടെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത്? അപ്പം പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മുഴുവനും പരിധികളുണ്ട്. ഒരു വാസന പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാസന വരുമ്പോൾ നമ്മൾ മൂക്ക് പൊത്താറുണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ശബ്ദം വരുമ്പോൾ നമ്മൾ ചെവിട് പൊത്തിപ്പിടിക്കും, അല്ലെങ്കിൽ ചെവിട് പൊട്ടിപ്പോകും. പരിധിയുണ്ട് അതിന്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട് ഒരു മനുഷ്യന്, അതിനപ്പുറത്തേക്ക് എടുത്താൽ നമ്മൾ കയ്യോ കാലോ അതിന് കേടുവരും, തകരാറാവുന്നൊക്കെ നമുക്കറിയാം. എല്ലാറ്റിനും പരിധിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പരിധിക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സത്യമാണോ അസത്യമാണോ, എന്താണ് ഇതിന്റെ സ്ഥിതി എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരാൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക. അതല്ല, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ അള്ളാഹു നമുക്ക് ഈ ഇന്ദ്രിയം തന്നിട്ടുണ്ട്, ഈ ബുദ്ധിയും ഈ കഴിവും ഈ കേൾവിയും ഈ സംസാരവും ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടത്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും, ഒരു മനുഷ്യന് ഖുർആൻ അത് ദൈവിക വചനമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ, ഇത് അള്ളാഹുവിന്റെ വചനമാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന, ആ മനുഷ്യന് കഴിയുന്ന മുഴുവൻ സാങ്കേതിക വിദ്യകളും, മുഴുവൻ എന്തൊക്കെ ഉണ്ടോ ഈ ലോകത്ത് ലഭിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചുകൊണ്ട് അത് സത്യമാണോ എന്ന് കണ്ടെത്താൻ കഴിയും. അതിന്റെ വിശ്വാസ്യത കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയതിനു ശേഷം അതിലുള്ളത് വിശ്വസിക്കുക മാത്രമാണ് നമുക്ക് ഒരു മനുഷ്യന് ബാധ്യതയായിട്ടുള്ളത്, കരണീയമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ പിശാചിനെ കുറിച്ച്, ശൈത്താനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അത് മനുഷ്യനെ പിഴപ്പിക്കും. അത് ഏറ്റവും വലിയ മനുഷ്യന്റെ ശത്രു എന്നുള്ളത് എന്താണ്? ഇന്നഹു ലക്കും അദുവ്വു മുബീൻ എന്ന് 36-ാമത്തെ അധ്യായത്തില് 60-ാമത്തെ വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിശ്ചയമായും അവൻ അല്ലാ തഅബുദു ശൈത്താൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദം സന്തതികളെ, ആദമിന്റെ മക്കളെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, തീർച്ചയായും അവൻ വ്യക്തമായ നിങ്ങളുടെ ശത്രു, മുബീനായ ശത്രുവാണ്. വ്യക്തമായിട്ട് ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ ശത്രു, അതാണ് പിശാച്.
എന്നുള്ളത് രണ്ടാമത്തെ അധ്യായത്തിലെ 208 വചനത്തിലും ധാരാളം വചനങ്ങളിൽ ഈ വിഷയം പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന്. ഇത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളത് ശരിയാണ്. കണ്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞു. ഒരു ശൈത്താനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇന്നുള്ളതിലേക്കാറ് അപകടമായിരിക്കും. കാണാത്തത് കൊണ്ട് തന്നെ നമ്മളെ വഴിപിഴപ്പിക്കുന്നുണ്ടെങ്കിൽ കണ്ടാൽ എത്രമാത്രം നമ്മളെ വഴിപിഴപ്പിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ന് തന്നെ മനുഷ്യർ തന്നെയല്ലേ പലപ്പോഴും നമ്മളെ വഴിപിഴപ്പിക്കുന്നു. പല മനുഷ്യരും. ഇന്നൊരു മനുഷ്യൻ മദ്യപാനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റ് തിന്മകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു മനുഷ്യന്റെ സ്വാധീനമുണ്ടാകും അല്ലെ. പലപ്പോഴും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ പിശാചിനേക്കാൾ അല്ലെങ്കിൽ പിശാചിന്റെ ആ പണിയെടുത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്തലുണ്ട് മറ്റാർക്കും കൊടുക്കാത്ത. നമ്മൾ പലപ്പോഴും പണം പല പിശുക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പണം ഒരു രീതിയിലും ചിലവാക്കാത്ത ആളുകൾ. ആ ആളുകളെ പോലും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഈ മനുഷ്യൻ ഒരു ടേബിളിന്റെ അപ്പുറത്ത് നിന്ന് സംസാരിച്ചാല് ചെറിയ പ്രായക്കാര് പോലും അവന് അങ്ങനെ ആ പൈസ ഈടാക്കുകയും ആ പണം അവൻ കൈപ്പറ്റുകയും അതൊക്കെ കഴിഞ്ഞ് കേസായി കൂട്ടമായി ഇവൻ മുങ്ങി 600 കോടിയും കൊണ്ടും മുങ്ങി, അതേപോലെ തന്നെ 500 കോടി കൊണ്ടൊക്കെ മുങ്ങി എന്നൊക്കെ പത്രവാർത്ത വരുമ്പോഴാണ് നമ്മൾ അറിയുക. അപ്പോൾ പല ആളുകളും രംഗത്ത് വരും, എനിക്ക് തരാനുണ്ട്. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഒരു 100 രൂപ ചോദിച്ചാല് നമുക്ക് തരാത്ത ആളുകൾ 10 ലക്ഷമാണ് ഈ മനുഷ്യന് കൊടുത്തത്, ഒരു പരിചയവുമില്ലാത്ത. നോക്കൂ നിങ്ങൾ, ഇത് ഒരു നേർക്ക് നേരെ ഇരുന്ന് ഒരു മനുഷ്യൻ സംസാരിച്ചിട്ട് നമ്മളെ വഞ്ചിച്ചതാണ് എന്ന് പറയുമ്പോൾ പിശാച് ശൈത്താൻ തന്നെ വന്നുകൊണ്ട് നമ്മുടെ എടുത്ത് കാണാനുള്ള ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പിശാചിനെ നമ്മൾ കാണുകയാണെങ്കിൽ എത്രമാത്രം തിന്മയിലേക്ക് നമ്മൾ പോകുമെന്ന് ആലോചിച്ചാൽ മതി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിന് അതിൻ്റെതായ ലോജിക്ക് ഉണ്ടാകും, യുക്തി ഉണ്ടാകും എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് പിശാച് ശൈത്താൻ എന്നത് നമ്മളെ വ്യക്തമായ ശത്രുവാണ് എന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാം. ആ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുള്ളത്, പലപ്പോഴും പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? നമുക്ക് നന്മ വരുന്ന രീതിയിലാണ് പ്രേരിപ്പിക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിശാച് നമുക്ക് നന്മ വരുന്ന രീതിയിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിഴപ്പിച്ചതും അങ്ങനെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിഴപ്പിച്ചത് ഈ അള്ളാഹു ഈ വൃക്ഷത്തിൽ നിന്ന് നീ ഒരിക്കലും ഈ വൃക്ഷത്തെ തൊട്ട് അടുക്കരുത് എന്നാണല്ലോ. വലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ വൃക്ഷത്തെ തൊട്ട് സമീപിക്കരുത്, അതിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ അത് അള്ളാഹു അങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിലല്ല പിശാച് വഴിപിഴപ്പിക്കാറുള്ളത്. എന്താ അവിടെ പറഞ്ഞത്? ഞാൻ നിനക്ക് അറിയിച്ചു തരാന്ന വഖാലമാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറതി ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. എത്ര സുന്ദരമായ ഒരു വഞ്ചനയാണ് അവിടെ നടക്കുന്നത് നോക്കണം. 7-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹ 20-ാമത്തെ അധ്യായത്തിൽ 120-ാമത്തെ വചനത്തിലും അതേ കാര്യം ഫവസ്വസ ഇലൈഹി, വസുവാസിണ്ടാക്കി ദുർബോധനം നടത്തിയാൽക്ക് ഇലൈഹി, ഈ ആദം നബിക്ക് അശ്ശൈത്താൻ പിശാച് ഖാല യാ ആദം, ആദമേ ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ, ഞാൻ നിനക്ക് ഒരു മരത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ, അത് സ്ഥിരവാസത്തിനുള്ള ഒരു മരമാണ്. അതേപോലെ തന്നെ മുൽക്കില്ലായബ്ല, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു മുൽക്ക്, ഒരു ആധിപത്യം, അതിനെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്നാ പറഞ്ഞത്. അതായത് നന്മയാണ് അവിടെ ഉപദേശിക്കുന്നത് എന്ന് മാത്രം, നന്മയാണ് ഉപദേശിക്കുന്നത്. ഈ 7-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിലും പറഞ്ഞതാണ് വഖാലമാ നഹാകുമാ റബ്ബുകുമാ, നിങ്ങളുടെ രക്ഷിതാവ് നിരോധിച്ച ആ കാര്യം ഉണ്ടല്ലോ, ഹാദി ഷജറ, ഈ ഷജറത്ത്, അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അൻ തകൂനാ മലക്കൈനി, അത്രേ ഉള്ളൂ. അതില് അത് ഞങ്ങൾ അറിയിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അൻ തകൂനാ മലക്കൈ, നിങ്ങൾ മലക്കുകളായി പോകുന്നുള്ളൂ വിഷയം. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ എന്ത് ചെയ്യും? സ്ഥിരമായി താമസിക്കേണ്ട ഖാലിദീങ്ങളായി ഹുൽദുള്ളവരാകും. അഥവാ ശാശ്വതമായി നിങ്ങൾ ഈ സ്വർഗത്തിൽ തന്നെ ആയി പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അള്ളാഹ് അതാണ് നിങ്ങളെ നിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് അത് എടുക്കണ്ട എന്നുള്ളതല്ല. അതാണ് ഫവസ്വസ ലഹുമ ശൈത്വാൻ.
അതാണ് ദുർബോധനം വസ്വാസ് നടത്തുന്നത്. ഇത് മനുഷ്യരുടെ അടിയിലൊക്കെ ഇങ്ങനെ നടത്തും, നല്ലതേ പറയുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഈ അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത്. ഈ ആയത്തിന് എത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ലോകത്ത് 1,00,000 ചില്ലാനം 1,00,000-അധികം പ്രവാചകന്മാർ വന്നുകൊണ്ട് പറഞ്ഞത് ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അവനിലാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു വലിയുമില്ല മിൻ ദൂനിഹി ഔലിയാ, അവനല്ലാതെ ഒരു വലിയും നിങ്ങൾക്കില്ല, ഒരു സഹായം നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ 1,00,000-ലധികം പ്രവാചകന്മാരെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് പിശാച് എന്താ വന്ന് അത് കുഴപ്പമില്ല കേട്ടോ, അത് ഈ ആരാധന ആവുമ്പോഴാണ് പ്രശ്നമുള്ളത്. അത് നിങ്ങൾ മറ്റുള്ളതൊക്കെ ആയിക്കഴിഞ്ഞാൽ സഹായം ചോദിക്കല്ലേ, ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരോടൊക്കെ സഹായം ചോദിക്കണില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വസ്വാസ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ത് ചെയ്തത്, ആ വിഷയത്തിൽ അങ്ങോട്ട് പിഴച്ചു പോയത്. കാരണം പിശാചിനറിയാം ഈ വിഷയമാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം. മറ്റുള്ളതൊക്കെ അഡ്ജസ്റ്റാണ്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാല് അള്ളാഹു മരണത്തിന് മുമ്പ് അവൻ പാപമോചനം നടത്തിയാൽ പുറത്ത് കിട്ടുന്ന കാര്യമാണ്. മറ്റേത് ഖുൽദാണ്, നരകം സ്വർഗം ഹറാമാക്കുന്ന വിഷയമാണ്. നരകം ശാശ്വതമായി കിട്ടുന്ന വിഷയമാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അവനെ പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരെ വലിയായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് അവിടെയാണ് പിശാച് പിടിക്കുക. നോക്കൂ നിങ്ങൾ, പിശാചിന്റെ കാര്യമാണ്. മനുഷ്യരുടെ കൂട്ടത്തിലുള്ളത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഈ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഭാഷ ഞാൻ പറയാണ്, പാരവെക്കുക എന്ന് പറയും. പാരവെക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട്. ഈ പാരവെക്കലൊക്കെ നല്ലത് പറഞ്ഞിട്ടാണ് ആൾക്കാർ പാരവെക്കുക, മോശമായിട്ടൊന്നും പറയില്ല. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം എന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ പ്രൊമോഷൻ വരും. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു ചൈനയിലേക്കുള്ള അവിടുത്തെ ഒരു ഓഫീസറായിട്ട് അദ്ദേഹത്തെ നിശ്ചയിക്കാൻ പോകും. ചൈനയിൽ, അദ്ദേഹത്തിന്റെ കമ്പനി ദുബായിലാണ്. അപ്പൊ ആ ചൈനയിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷനായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ കമ്പനിയെ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡയറക്ട് ബോർഡ് മീറ്റിങ്ങുകളൊക്കെ കൂടി ഇദ്ദേഹത്തെ നിശ്ചയിച്ചു ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അതിന് ചെന്ന പാര എന്നുള്ളത് എന്താണെന്ന് അറിയാം, പിശാജ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതാണ് മനുഷ്യരുടെ കൂട്ടത്തിലും പിശാജ് ഉണ്ട് എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? മനുഷ്യരുടെ കൂട്ടത്തിലും പിശാചുണ്ടെന്ന് മിനൽ ജിന്നത്തി വന്നാസ് അവസാനത്തെ അധ്യായത്തിൽ, അല്ലേ? അതായത് വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ അധ്യായത്തിൽ നമുക്കത് വളരെ വ്യക്തമാണ്. ഞാനത് പറയുന്നില്ല, സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല. ഏതായാലും മിനൽ ജിന്നത്തി വന്നാസ് നമുക്ക് എപ്പോഴും അറിയുന്നതാണ്. മനുഷ്യരുടെ കൂട്ടത്തിലും അതേപോലെ തന്നെ ജിന്നുടെ കൂട്ടത്തിലുമുള്ള പിശാചുക്കളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് ഈ മനുഷ്യന്മാരെ എങ്ങനെ ചെയ്തു ഈ ഒരു അനുഭവം പറയാണ്. അപ്പോ അദ്ദേഹത്തിന് പിന്നെ ഈ പ്രൊമോഷൻ ഇല്ലാതാക്കണമെങ്കിൽ സത്യവിശ്വാസികൾക്ക് എപ്പോഴും എന്തുണ്ടാവും, പിശാചുക്കള് ശത്രുക്കളായിട്ട്, പ്രത്യേകിച്ച് മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ശത്രുക്കളായിട്ടുണ്ടാവുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യന് പ്രൊമോഷൻ ലഭിക്കും, ശമ്പളം കുറച്ച് അധികം വർദ്ധിക്കും എന്നൊക്കെ തോന്നുകയാണ്. അപ്പൊ പിന്നെ അതിനെന്താണ്, ഇതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളായ ആളുകൾ ചെയ്തത് എന്താണ്, പിന്നെ അവിടെ അടുത്ത ഡയറക്റ്റ് അതിന്റെ MD പോയി കണ്ടിട്ട് പറയുകയാണ്, ഇദ്ദേഹം ഇന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ന് നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ സത്യസന്ധനും അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്വ ബോധവും അദ്ദേഹത്തെ പോലെ ഡിസിപ്ലൈനും അദ്ദേഹത്തെ പോലെ ആ കമ്മിറ്റ്മെന്റും ഒക്കെ ഉള്ള ഒരാളെ നമുക്ക് വേറെ ആരാണ് കിട്ടുക? അത്തരത്തിലുള്ള ഒരാളെ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന ആ ചുമതലയിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന നല്ലൊരു ഉപദേശം. മനസ്സിലായില്ലേ? നല്ലൊരു ഉപദേശമാണ് കൊടുത്തു. അപ്പോ അദ്ദേഹത്തിന് MDക്ക് തോന്നുകയാണ്, ശരിയാണല്ലോ, അദ്ദേഹത്തെ പോലെ ഒരാളിപ്പോ ഈ പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരാളെ, കാരണം സത്യസന്ധനാണ്, സത്യവിശ്വാസിയാണ് അദ്ദേഹം, 5 സമയങ്ങളിൽ നമസ്കരിക്കുന്ന, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന അത്തരത്തിലുള്ള സത്യവിശ്വാസിയാണ്. അപ്പോ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം നല്ല ഉത്തരവാദിത്വത്തോടു കൂടി കൃത്യമായി ജോലി ചെയ്യുന്ന ആളാണ്.
10 മണിക്കൂർ കൃത്യമായി ജോലി ചെയ്യുന്ന ആളാണ്. മറ്റുള്ള ആളുകളൊക്കെ തിരിഞ്ഞു കളിക്കും, അതേപോലെ തന്നെ ആബ്സെന്റ് ആവും, വരാതിരിക്കും, പല തട്ടിപ്പുകളും പറയും, പല തട്ടിപ്പുകൾ നടത്തും, ബില്ല് മാറ്റി എഴുതി അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാള് ആ പോസ്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊമോഷൻ തടയുകയും ചെയ്തു. നോക്കാം നിങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത്? നല്ലതാ പറഞ്ഞത്. ഇദ്ദേഹത്തെ നിങ്ങൾ അങ്ങോട്ട് വിടരുത് എന്നല്ല പറഞ്ഞത്, ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്, ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്, ഒന്നുമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നല്ലതാ പറഞ്ഞത് ഇദ്ദേഹത്തെ കുറിച്ച്. നല്ല ഒരു മനുഷ്യൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ, ദീനീബോധമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളെ കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കുന്നതിലെ നല്ലത് എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. പിശാച് എന്താണ്? മാനഹാകുമ ഇല്ല അൻ തകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദിൻ. അത്രേ ഉള്ളൂ അല്ലേ? അതായത് അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ സ്ഥിരമായി എന്ത് ചെയ്യും? ഈ സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ മലക്കുകളായി പോകും. അതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ 20-ാമത്തെ അധ്യായത്തിൽ 120 പറഞ്ഞത് എന്താണ്? അത് പിന്നെ മുൽക്കിൻ ലായബുല, സ്ഥിരമായൊരു ആധിപത്യം. നിങ്ങൾക്ക് ഈ ഒരു മുൽക്ക് കിട്ടും ഇവിടെ സ്വർഗത്തില്. ആ മുൽക്ക് അതില്ലാതായി പോകുന്നുള്ളൂ, അല്ലാതെ വേറൊന്നല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പിശാചിന്റെ ദുർബോധനമാണ് ഉണ്ടായിത്തീരുക. നല്ലതേ പറയുള്ളൂ. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊള്ളൂ, അതിന് കുഴപ്പമില്ല, ആരാധിക്കാതിരുന്നാ മതി എന്നുള്ളതാണ്. അപ്പൊ ആരാധിക്കാതിരുന്നാൽ മതി. ആരാധന എന്താവുക? അത് ഈ മനുഷ്യന്മാർ ചിന്തിക്കൂല എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ദുർബോധനങ്ങളാണ് ഈ പിശാച് ശൈത്വാൻ നടത്തുക. അതിനുള്ള അധികാരം പിശാചിന് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമ്മൾ ബേജാറാകണം. പിശാചിന് അധികാരം കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന് പിശാചിന് അധികാരം കൊടുത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിശാചിന് അധികാരം കൊടുത്ത് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 17-ാമത്തെ അധ്യായത്തിൽ 65-ാമത്തെ വചനത്തിൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇന്ന ഇബാദി, നിശ്ചയമായും എന്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവന്റെ മേൽ നിനക്ക് ഒരു സ്വാധീനവുമില്ല. നിനക്ക് ഒരു സ്വാധീനവും അവന്റെ കാര്യത്തിലില്ല, അവന്റെ സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല. വകഫാ ബി റബ്ബിക വക്കീല, അവർക്ക് രക്ഷിതാവ്, അവർക്ക് വക്കീലായിട്ട് അല്ലന്നെ നിന്റെ രക്ഷിതാവ് തന്നെ മതി, അല്ലന്നെ മതിന്ന്. നിങ്ങനെയൊക്കെ ഒരിക്കലും ആ ഒറ്റ കാര്യം മതി നമുക്ക്. അതായത് നമ്മെ പിഴപ്പിക്കാൻ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെങ്കിൽ, നമ്മൾ വിശ്വാസികളാണെങ്കിൽ, കൃത്യമായ ക്വാളിറ്റിയുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മെ പിഴപ്പിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ഒരു പ്രശ്നം വരുമ്പോ, ഇപ്പൊ വൈറസിന്റെ ഒരു വിഷയം COVID-19 വന്ന അതിനെടുക്കേണ്ട പ്രിവെന്റുകൾ, അതായത് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഒരു വൈറസ് നമ്മൾ കേൾക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? വൈറസുകൾ വരൂല, രോഗങ്ങൾ വരൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്ക് വൈറസുകൾ കയറും, കോവിഡ് വരും, അങ്ങനെ മരണപ്പെടും. അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോ നിലവിലെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സുരക്ഷാ സംവിധാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണം. അപ്പൊ ശൈത്താൻ എന്നുള്ളതൊരു പ്രശ്നമാണ്, നിങ്ങളുടെ ശത്രുവാണ്. അതിന് എന്തൊക്കെ സുരക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ സുരക്ഷ സ്വീകരിക്കേണ്ടത് എന്ന്. ആ സുരക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിന് പേടിക്കണം? ഒരു പേടിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു പേടിയും പിശാച് നമ്മളെ സമീപിക്കുകയില്ല. ഇനി പിശാച് മാത്രമാണ് നമ്മളെ ദുർബോധനം നടത്തുകയെന്ന് വിചാരിക്കരുത്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദുർബോധനം നമുക്കുണ്ടാവും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന നഫ്സ ല അമ്മാറത്തുൻ ബിസ്സൂ. ഇന്ന നഫ്സ ല അമ്മാറത്ത്, തീർച്ചയായും ഇവിടെ നഫ്സ് എന്താണ്? മനസ്സ്. ഇന്ന നഫ്സ, തീർച്ചയായും മനസ്സ്, ല അമ്മാറത്ത്, അത് അമ്മാറത്താണ്, പ്രേരിപ്പിക്കും, ബിസ്സൂ,
തിന്മക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ ആ കാരുണ്യം ലഭിച്ചവർക്കൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം കൂടി അതിന് വേണം എന്നർത്ഥം. എന്ന് നമ്മുടെ മനസ്സുകൾ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സുകൾ തന്നെ എന്ത് ചെയ്യും, ഇതിന് പ്രേരിപ്പിക്കും, തിന്മക്ക് പ്രേരിപ്പിക്കും. അങ്ങനെയാണ് മനസ്സിന്റെ രീതിയുള്ളത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സ് തിന്മക്ക് ഒരു കാന്തം, അത് ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആകർഷണീയത്വം വരിക തിന്മയോടാണ്, നന്മയോടല്ല. നന്മ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അതിന് വെല്ലുവിളികൾ ഉണ്ടാകും, ആർജിച്ചെടുക്കേണ്ടതാണ്. തിന്മ ആകർഷിച്ച് കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മുടെ മനസ്സ് കൂടി നമ്മൾ ക്ലിയർ ചെയ്യണം. മനസ്സ് നമ്മുടെ പിടിയിലാകണം. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിന്റെ സ്വാധീനത്തിൽ കൂടി നമ്മൾ തിന്മ ചെയ്യാം. അത് പിശാച് മാത്രമല്ല, പിശാച് മാത്രം അതിന് സ്വാധീനം ചെലുത്തി എന്ന് നമ്മൾ വിചാരിക്കരുത്. മനസ്സിന് അതിന് മറ്റൊരു പങ്ക്, മനസ്സിന്റെ പങ്ക് അത് തീർച്ചയായും ഉണ്ട് എന്നാണ് ഇന്നൻ നഫ്സ എന്നാ പറഞ്ഞത്. നിശ്ചയം അവിടെ ഇന്ന കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായും മനസ്സ് ലഅമ്മാറത്തും ബിസ്സൂ, തിന്മക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് മനസ്സിന്റെ നിർമ്മാണം എന്നുള്ളത്. മനസ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്, അള്ളാഹു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെ വീണ്ടെടുക്കണം. അപ്പോ പിശാച് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഈ രീതിയില് തിന്മക്ക് പ്രേരിപ്പിക്കുക. പിശാചിന് അതിൻ്റെതായ സ്വാധീനം ചെലുത്താൻ കഴിയും. അത് അള്ളാഹു പറഞ്ഞ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രതിരോധം, നമ്മളൊരു പ്രതിരോധ ശക്തിക്കുള്ള മരുന്ന് കുടിക്കുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോയാൽ രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ നമ്മുടെ പിശാചിനുള്ള ഇമ്മ്യൂണിറ്റി പവർ, പിശാചിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ പിശാച് വരാതിരിക്കാൻ, ശൈത്വാന്റെ ദുർബോധനങ്ങൾ നമ്മളെ ഏൽക്കാതിരിക്കാൻ ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ ഉണ്ടാക്കണം. എന്തൊക്കെയാണെന്ന് ഖുർആനിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും ഇല്ല. പിശാചിനെ കുറിച്ച് എന്താ, പിശാച് നാളെ പരലോകത്ത് പറയുന്ന ഒരു വിഷയമുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം, ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കോളി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളത് വിളിച്ചു എന്നുള്ളത് ശരിയാണ്. മാക്കാനലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു സുൽത്താനുമില്ല. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു സുൽത്താനുമില്ല, ഒരു ആധിപത്യം ഉണ്ടായിട്ടില്ല, ഒരു അധികാരം ഉണ്ടായിട്ടില്ല. ഇല്ലാണ്ടാവത്തുക്കും ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്. ഫസ്തജബ്തും ലി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്റെ പിന്നാലെ കണ്ട് കൂടണം. അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. നിങ്ങൾ ഇപ്പൊ എന്റെ പിന്നാലെ എന്നെ കുറ്റപ്പെടുത്തുക. പരലോകത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ബോധ്യപ്പെടും. മഹ്ശറയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹ്ശറയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുമ്പോ പിശാച് ഒഴിഞ്ഞു മാറും. അതാണ് 14-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ, വമാ കാനി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് ഒരു അധികാരവും നിങ്ങളെ കാര്യത്തിലില്ല. നിങ്ങൾ എന്താ ചിങ്ങൻ ചെയ്തൂല, ഞാൻ താഴ്ത്തുക്കും ഇല്ല, ഞാൻ താഴ്ത്തുക്കും. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, ഞങ്ങളെ വിളിച്ചിട്ടുള്ളൂ. ഫസ്തജബ്തും ലി, അപ്പോൾ നിങ്ങൾ എന്റെ പിന്നാലെ വന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നുള്ളത് പിശാച് അവിടെ പറയും എന്നുള്ളത്. അതുകൊണ്ട് പിശാചിനെ മാത്രം നമ്മൾ പറയല. പിശാച് ശൈത്വാന്റെ ദുർബോധനങ്ങൾക്ക് നമ്മൾ ആകാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ നിർവഹിക്കണം. അതല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഇത് മനസ്സിൻ്റെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഒക്കെ പിശാചിന്റെ മേൽക്ക് അങ്ങോട്ട് വിടും, ശൈത്താന്റെ മേൽക്ക് അങ്ങോട്ട് വിടും. അങ്ങനെയല്ല. മനസ്സ് എന്നുള്ളത്, നമ്മുടെ മനസ്സ് നമ്മുടെ ഓണർഷിപ്പിലാണുള്ളത്. നമ്മുടെ ഓണർഷിപ്പിലാണ്. നമ്മുടെ മനസ്സ് നമ്മളിതാണ്. നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ പിടിച്ച സ്ഥലത്ത് ആ മനസ്സിനെ നമ്മൾക്ക് ലഭിക്കണം, കിട്ടണം. അതൊരു മനുഷ്യന്റെ ഒരു പ്രഖ്യാപിത നയം എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ മനസ്സ് പറഞ്ഞോടത്തേക്ക് നമ്മൾ പോവുക, അങ്ങനെയാണല്ലോ. മനസ്സിങ്ങനെ ആണ്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോവുക അല്ല, മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തിന്റെ ബാക്കി കുറച്ചും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാവുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.